എല്ലാ മിഥുനക്കൂറുകാർക്കും 1202 വർഷഫലത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ വിദ്യാർത്ഥികളുടെ പഠനം, ജോലി, ബിസിനസ്, സാമ്പത്തികം, കുടുംബം, വസ്തുവകകൾ, ആരോഗ്യം, അവസരങ്ങളും വെല്ലുവിളികളും, ദോഷപരിഹാരങ്ങൾ എന്നീ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായും കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിർദ്ദേശങ്ങൾ കമന്റുകളായിട്ട് നൽകുവാനും അഭ്യർത്ഥിക്കുകയാണ്. മിഥുനക്കൂറുകാർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല വർഷമാണ്. അക്കൗണ്ടിംഗ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, IT, ഡാറ്റാ സയൻസ്, ലാംഗ്വേജസ് തുടങ്ങിയ നിങ്ങളുടെ ഇഷ്ടവിഷയങ്ങൾ എടുത്തുകൊണ്ട് ഉപരിപഠനത്തിന് പോകാൻ സഹായിക്കും. വിദേശ പഠനങ്ങൾക്കും വളരെ അനുകൂലമാണ്. മിഥുനക്കൂറുകാർക്ക് ജോലിയിൽ വളരെ ഗുണമുള്ള വർഷമാണ്. ഹോട്ടൽ മാനേജ്മെന്റ്, കുക്കിംഗ്, ഫാമിംഗ്, ഡിസൈനിങ്, അഡ്വർടൈസ്മെന്റ്, വുഡ് വർക്ക്സ് ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കൃഷി, പശുപരിപാലനം തുടങ്ങിയവയ്ക്കും അനുകൂല ഫലങ്ങളാണ് ഉണ്ടാകുക. ബിസിനസ്സിൽ മിഥുനക്കൂറുകാർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുക്കളിൽ നിന്ന് അപ്രതീക്ഷിത തിരിച്ചടികൾ ഉണ്ടാകാം. സാമ്പത്തികമായ ബാധ്യതകളോ പ്രയാസങ്ങളോ ബിസിനസ്സിന്റെ ഒഴുക്കിനെ കുറച്ച് ബാധിക്കാൻ ഇടയുണ്ട്. അതിനാൽ നല്ല ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആവശ്യമാണ്. സാമ്പത്തികമായി മിഥുനക്കൂറുകാർ വളരെ ഗുണമുള്ള വർഷമാണ് 1202. മിഥുനക്കൂറുകാർക്ക് സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവരിലൂടെ ധനലാഭം ഉണ്ടാകാം. അതിനാൽ അത്തരം അപ്രതീക്ഷിത സാമ്പത്തിക ലാഭത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നത് ഗുണകരമായിരിക്കും. മിഥുനക്കൂറുകാർക്ക് കുടുംബ ബന്ധങ്ങളിൽ വളരെ ഐക്യം ഉണ്ടാകുന്ന വർഷമാണ്. ഭാര്യാഭർത്താക്കന്മാർ പിണങ്ങിയിരിക്കുന്നത് എങ്കിൽ പ്രയാസങ്ങൾ മാറി ഒന്നിക്കുവാൻ വളരെയധികം അവസരങ്ങൾ ഉണ്ടാകും. സന്താന വിഷയത്തിലും പൊതുവെ പ്രണയത്തിലും വളരെ അനുകൂലമായിട്ടുള്ള വർഷം ആണ് 1202. ഭൂമി സംബന്ധമായ വിഷയങ്ങളിലും വസ്തു സംബന്ധമായ വിഷയങ്ങളിലും അനുകൂല ഫലങ്ങൾ ഉണ്ടാകും. മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ വീട്, വാഹനം എന്നിവ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഉണ്ടാകും. ചിലർക്ക് ഭൂമി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, കേസ്, വഴക്ക് എന്നിവ ഉണ്ടാകാം. അതിനാൽ ഭൂമി സംബന്ധമായ വ്യവഹാരത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. മിഥുനം രാശിക്കാർക്ക് ഈ വർഷം ആരോഗ്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട വർഷമാണ്. ജീവിതശൈലി, വ്യായാമക്കുറവ്, അമിത ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ ആരോഗ്യത്തെ തകരാറിലാക്കാം. അതിനാൽ ചിട്ടയായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തി എടുക്കേണ്ടതാണ്. മിഥുനക്കൂറുകാർക്ക് 1202 വർഷം ആരോഗ്യം, ചികിത്സ, ചിലവ് തുടങ്ങിയവയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വെല്ലുവിളികൾ ഉള്ള വർഷമാണ്. അതേസമയം ധനം, കർമ്മം മുതലായ വിഷയങ്ങളിൽ വളരെ അനുകൂലമായിട്ടും ആണ്. സുബ്രഹ്മണ്യന് ഭസ്മാഭിഷേകം, ദേവിക്ക് അലങ്കാര പൂജ, കൃഷ്ണന് തുളസിമാല തുടങ്ങിയ പരിഹാരങ്ങൾ മിഥുനക്കൂറുകാർക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഏകദേശ വിഷയങ്ങളിൽ മിഥുനക്കൂറുകാർക്കുള്ള 1202 വർഷഫലങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ അടിയിൽ കമന്റുകളായിട്ട് എഴുതുക. അത് എൻ്റെ വീഡിയോ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ എനിക്ക് നന്നായി അറിയുവാനും ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് തീർച്ചയായും കമന്റുകൾ ചെയ്യേണ്ടതാണ്. എല്ലാ മിഥുനം രാശിക്കാർക്കും നല്ല ഒരു 1202 വർഷം ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.